നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 16.5 കിലോ കഞ്ചാവ് പിടികൂടി. ദുരന്ത ലഘൂകരണ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പടിഞ്ഞാറേക്കര മുസ്ലിം ലീഗ് കമ്മിറ്റി റമദാൻ കിറ്റ് വിതരണം നടത്തി. മിനി ലോമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ നിർവഹിച്ചു. വിദേശ പഠനം ഇനി ആലത്തിയൂരിലും. വിബ്ജിയോർ ട്രാവൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ശക്തമായി രംഗത്തിറങ്ങുക എന്ന് പ്രസ്താവിച്ചുകൊണ്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 16.5 കിലോ കഞ്ചാവ് പിടികൂടി. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RPFും തിരൂർ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. ജനറൽ കമ്പാർട്ട്മെന്റിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. മൂന്ന് ബാഗുകളിലായി പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് കഞ്ചാവ് ശേഖരം സൂക്ഷിച്ചിരുന്നത്. സമീപകാലത്ത് നിരവധി തവണയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിനുകളിൽ നിന്നുമായി തിരൂർ RPFും എക്സൈസും കഞ്ചാവ് പിടികൂടുന്നത്. രണ്ടാഴ്ചക്കിടെ 30 കിലോ കഞ്ചാവും 7.5 കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി യൂസഫ് അലി, KM ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ധനേഷ്, അരുൺ രാജ്, ജയകൃഷ്ണൻ, RPF ASIമാരായ സച്ചി അഗസ്റ്റിൻ, BS പ്രമോദ്, KV ഹരിഹരൻ, ഹെഡ് കോൺസ്റ്റബിൾ C സവിൻ, കോൺസ്റ്റബിൾമാരായ OP ബാബു, ES സുരേഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളിയാഴ്ച നടന്ന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വെട്ടം ന്യൂസ്, മലപ്പുറം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അഗ്നിരക്ഷാ സേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടർ NK കൃപ, ജില്ലാ ഫയർ ഓഫീസർ VK റിതീജ്, മഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രദീപ്, ഹസാർഡൻസ് അനാലിസ്റ്റ് TS ആദിത്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്.
15 ഫയർഫോഴ്സ് സേനാ അംഗങ്ങളും സിവിൽ ഡിഫൻസിന്റെ 5 പേരും മെഡിക്കൽ ടീമിലെ 4 പേരുമാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. വേനൽ ചൂടിൽ പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തം, ഓഫീസുകളിൽ പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തങ്ങൾ, അപകടങ്ങൾ എന്നിവ നേരിടാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വെട്ടം ന്യൂസ്, മലപ്പുറം. 18ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയായ നന്മ പ്രവാസി ലീഗ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം നടത്തി. 350-ൽ പരം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടത്തി. MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് M. അബ്ദുള്ളക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് P. ഇല്യാസ് അധ്യക്ഷത വഹിച്ചു. P. അബ്ദുറഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. STU മണ്ഡലം പ്രസിഡന്റ് EV അഷ്റഫ്, മണ്ഡലം MSF ജനറൽ സെക്രട്ടറി അബ്ദുൾ റാസിഖ് റഷീദ്, കരീം P. നൌഫൽ, EV അക്ബർ, കബീർ, നാസർ M, ഹംസത്ത് M, അഷ്റഫ് P, ഇബ്രാഹിം കുട്ടി എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, പടിഞ്ഞാറേക്കര. ഊട്ടി കോളനി വലിയ പറമ്പ് പാലത്തിന് സമീപം സ്ഥാപിച്ച മിനി ലോമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ രാധിക ശശികുമാർ അധ്യക്ഷയായി. മുനിസിപ്പാലിറ്റി 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20ാം ഡിവിഷനിലെ ഊട്ടി കോളനി വലിയ പറമ്പ് പാലം റോഡ് കോൺക്രീറ്റ് ചെയ്തു. റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ രാധിക ശശികുമാർ അധ്യക്ഷനായി. ഡോക്ടർ APA റഹ്മാൻ, C. മൊയ്തു, CMK മുസ്താഖലി, V. അബൂബക്കർ, VP ഉണ്ണി, KM ലത്തീഫ്, A. അയൂബ്, N. ഗോപി, KK മണി, T. അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. വിദേശ പഠനം സാഫല്യമാക്കാൻ ആലത്തിയൂരിൽ വിബ്ജിയോർ ട്രാവൽ ഒരുങ്ങിക്കഴിഞ്ഞു. KT ജലീൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശത്ത് പഠനം പൂർത്തിയാക്കുക എന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തെ സഫലമാക്കാൻ ഒരുങ്ങുകയാണ് വിബ്ജിയോർ ട്രാവൽസ്. കൂടാതെ എയർ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹോട്ടൽ ബുക്കിംഗ്, പാസ്പോർട്ട് സർവീസ് തുടങ്ങിയ നിരവധി ഓഫറുകളാണ് വിബ്ജിയോർ ട്രാവൽസ് മുന്നോട്ട് വയ്ക്കുന്നത്. 35-ൽ പരം രാജ്യങ്ങളിലേക്കും 1000-ലേറെ യൂണിവേഴ്സിറ്റികളിലേക്കും 80,000-ൽ പരം കോഴ്സുകളും വിബ്ജിയോർ നൽകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശത്തെ പ്രമുഖർ സംബന്ധിച്ചു. ഫാസിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കി ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ശക്തമായി രംഗത്തിറങ്ങണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുത്തനത്താണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തു കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പെന്നും തങ്ങൾ പറഞ്ഞു. UDF ചെയർമാൻ PT അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു. T. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, KPA മജീദ് MLA, അഡ്വക്കേറ്റ് VS ജോയ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA, കുറുക്കോളി മൊയ്തീൻ MLA, അഷ്റഫ് കോക്കൂർ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, PK അബ്ദുറബ്, CP ബാവഹാജി, വെന്നിയൂർ മുഹമ്മദ് കുട്ടി, അലിക്കുട്ടി എടരിക്കോട്, AM രോഹിത്, മുൻ MP C. ഹരിദാസ്, സെയ്ദലവി മാസ്റ്റർ, MK ബാവ, KM ഗഫൂർ, ഇബ്രാഹിം മുത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ട ന്യൂസ്, പൊന്നാനി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.